എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് ജോഗ്രഫി രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് കാലത്തിന്റെ കയ്യൊപ്പുകൾ എന്നാണ്. ഇതിൽ നിന്നും PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്ന ഭൂമിയുടെ ഭാഗമാണ് ശിലാമണ്ഡലം. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്ന ഭൂമിയുടെ ഭാഗമാണ് ശിലാമണ്ഡലം. ഏറ്റവും കനം കുറഞ്ഞ ഭൂമിയിലെ പാളിയാണ് ശിലാമണ്ഡലം. ഏറ്റവും കനം കുറഞ്ഞ ഭൂമിയിലെ പാളിയാണ് ശിലാമണ്ഡലം. മുട്ടയുടെ പൊട്ടിയ പുറന്തോടുപോലെ പല കഷ്ണങ്ങളായി കാണപ്പെടുന്ന ഭൂമിയുടെ ഭാഗമാണ് ശിലാമണ്ഡലം. മുട്ടയുടെ പൊട്ടിയ പുറന്തോടുപോലെ പല കഷണങ്ങളായി കാണപ്പെടുന്ന ഭൂമിയുടെ ഭാഗമാണ് ശിലാമണ്ഡലം. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയിൽ പരമാവധി 100 കിലോമീറ്റർ വരെ കനമുള്ള ശിലാമണ്ഡല ഭാഗമാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയിൽ പരമാവധി 100 കിലോമീറ്റർ വരെ കനമുള്ള ശിലാമണ്ഡല ഭാഗമാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത്. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ശിലാമണ്ഡലങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് വലിയ ഫലകങ്ങൾ എന്നും ചെറിയ ഫലകങ്ങൾ എന്നുമാണ്. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ശിലാമണ്ഡലങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് വലിയ ഫലകങ്ങൾ, ചെറിയ ഫലകങ്ങൾ എന്നിങ്ങനെയാണ്. കൂടുതൽ ഭാഗം സമുദ്രത്തെ ഉൾക്കൊള്ളുന്ന ഫലകം സമുദ്രഫലകങ്ങൾ എന്നറിയപ്പെടുന്നു. കൂടുതൽ ഭാഗം സമുദ്രത്തെ ഉൾക്കൊള്ളുന്ന ഫലകം സമുദ്രഫലകങ്ങൾ എന്നറിയപ്പെടുന്നു. കൂടുതൽ ഭാഗം കരഭാഗത്തെ ഉൾക്കൊള്ളുന്ന ഫലകം വൻകര ഫലകങ്ങൾ എന്നറിയപ്പെടുന്നു. കൂടുതൽ ഭാഗം കരഭാഗത്തെ ഉൾക്കൊള്ളുന്ന ഫലകം വൻകര ഫലകങ്ങൾ എന്നറിയപ്പെടുന്നു. വലിയ ശിലാമണ്ഡല ഫലകങ്ങളുടെ എണ്ണം 7 വലിയ ശിലാമണ്ഡല ഫലകങ്ങളുടെ എണ്ണം 7. ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകം പസഫിക് ഫലകം. ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകം പസഫിക് ഫലകം. സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്ന ഫലകമാണ് പസഫിക് ഫലകം എന്ന് പറയുന്നത്. സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഫലകമാണ് പസഫിക് ഫലകം. ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് സ്തെനോസ്ഫിയർ. ശിലാമണ്ഡല ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് സ്തെനോസ്ഫിയർ. 580 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഫലകങ്ങളുടെ ചലനവേഗത വർഷത്തിൽ എത്ര സെന്റിമീറ്റർ വരെ ആയിരുന്നു? 30 സെന്റിമീറ്റർ. 580 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഫലകങ്ങളുടെ ചലനവേഗത വർഷത്തിൽ എത്ര സെന്റിമീറ്റർ ആയിരുന്നു? 30 സെന്റിമീറ്റർ. ഒരു വർഷത്തിൽ ഫലകങ്ങളുടെ ശരാശരി ചലനവേഗത 2 മുതൽ 12 സെന്റിമീറ്റർ വരെ. ഒരു വർഷത്തിൽ ഫലകങ്ങളുടെ ശരാശരി ചലനവേഗത 2 മുതൽ 12 സെന്റിമീറ്റർ വരെ. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വെഗ്നർ ആണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുള്ളത് ആൽഫ്രഡ് വെഗ്നർ. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം 1912 വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുള്ള വർഷം 1912. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ബൃഹത് വൻകരയാണ് പാൻജിയ. ദശലക്ഷ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ബൃഹത് വൻകരയാണ് പാൻജിയ എന്ന് പറയുന്നത്. പാൻജിയയെ ചുറ്റി നിലനിന്നിരുന്ന സമുദ്രം അറിയപ്പെട്ടിരുന്നത് പന്തലാസ എന്നാണ്. പാൻജിയയെ ചുറ്റി നിലകൊണ്ടിരുന്ന സമുദ്രം അറിയപ്പെട്ടത് പന്തലാസ. വൻകരകൾ ഉൾക്കൊള്ളുന്ന ഭാഗം സമുദ്രാടിത്തട്ടിന് മുകളിലൂടെ പതുക്കെ തെന്നിമാറി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇപ്പോഴുള്ള വൻകര രൂപം കൊണ്ടുവെന്ന് അഭിപ്രായപ്പെട്ടത് ആൽഫ്രഡ് വെഗ്നർ ആണ്. വൻകരകൾ ഉൾക്കൊള്ളുന്ന ഭാഗം സമുദ്രാടിത്തട്ടിന് മുകളിലൂടെ പതുക്കെ തെന്നിമാറി
ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ രൂപം കൊണ്ട് ഇപ്പോഴുള്ള വൻകരകൾ രൂപം കൊണ്ടുവെന്ന് അഭിപ്രായപ്പെട്ടത് ആൽഫ്രഡ് വെഗ്നറാണ്. ഫലകചലനങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന ഭൂരൂപങ്ങളാണ് മടക്കുപർവ്വതങ്ങൾ, പീഠഭൂമികൾ, അഗ്നിപർവ്വതങ്ങൾ എന്നിവ. ഫലകചലനങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന ഭൂരൂപങ്ങളാണ് മടക്കുപർവ്വതങ്ങൾ, പീഠഭൂമികൾ, അഗ്നിപർവ്വതങ്ങൾ എന്നിവ. ഫലകചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഫലകസീമകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിവയാണ്. ഫലകചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഫലകസീമകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിവയൊക്കെയാണ്. ശിലാമണ്ഡല ഫലകങ്ങളിൽ ഫലകങ്ങൾ പരസ്പരം അകലുന്നതാണ് വിയോജക സീമ എന്ന് നമ്മൾ പറയാം. ശിലാമണ്ഡല ഫലകങ്ങളിൽ ഫലകങ്ങൾ പരസ്പരം അകലുന്നതാണ് വിയോജക സീമ. ശിലാമണ്ഡല ഫലകങ്ങളിൽ ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്നതാണ് സംയോജക സീമ. ശിലാമണ്ഡല ഫലകങ്ങളിൽ ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്നതാണ് സംയോജക സീമ. ശിലാമണ്ഡല ഫലകങ്ങളിൽ ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുന്നതാണ് ഛേദക സീമ. ശിലാമണ്ഡല ഫലകങ്ങളിൽ ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുന്നതാണ് ഛേദക സീമ. മടക്കുപർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഏത് സീമയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംയോജക സീമയിലാണ്. മടക്കുപർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഏത് സീമയിലാണ്? സംയോജക സീമയിലാണ്. ഇന്ത്യൻ ഫലകത്തിനും യൂറേഷ്യൻ ഫലകത്തിനും ഇടയിലായി രൂപം കൊണ്ട മടക്കുപർവ്വതനിരയാണ് ഹിമാലയ പർവ്വതനിര. ഇന്ത്യൻ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയിലായി രൂപം കൊണ്ട മടക്കുപർവ്വതനിരയാണ് ഹിമാലയ പർവ്വതനിര. സംയോജക സീമയിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കുന്നു. ഇതുമൂലം രൂപം കൊള്ളുന്ന പർവ്വതനിരയാണ് മടക്കുപർവ്വതങ്ങൾ. സംയോജക സീമയിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിക്കുന്നു. ഇതുമൂലം രൂപം കൊള്ളുന്ന പർവ്വതനിരയാണ് മടക്കുപർവ്വതനിര. മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആൽപ്സ്, ഹിമാലയം, ആൻഡ്രീസ്, അറ്റ്ലസ് എന്നിവ. മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആൽപ്സ്, ഹിമാലയം, ആൻഡ്രീസ്, അറ്റ്ലസ് തുടങ്ങിയവ. സംയോജക സീമകളിൽ ഫലകങ്ങൾ തമ്മിൽ സാന്ദ്രതാ വ്യത്യാസമുണ്ടെങ്കിൽ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു. ഈ മേഖലകൾ ഏതുപേരിൽ അറിയപ്പെടുന്നു? നിമജ്ജന മേഖല എന്നാണ് അറിയപ്പെടുന്നത്. സംയോജക സീമകളിൽ ഫലകങ്ങൾ തമ്മിൽ സാന്ദ്രതാ വ്യത്യാസമുണ്ടെങ്കിൽ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു. ഈ മേഖലകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? നിമജ്ജന മേഖലയിൽ അറിയപ്പെടുന്നു. സമുദ്രാന്തർഗർത്തങ്ങൾ രൂപപ്പെടുന്ന മേഖലയാണ് നിമജ്ജന മേഖല. സമുദ്രാന്തർഗർത്തങ്ങൾ രൂപപ്പെടുന്ന മേഖലയാണ് നിമജ്ജന മേഖല. നിമജ്ജന മേഖലകളിൽ രൂപം കൊണ്ട് സമുദ്രാന്തർഗർത്തത്തിന് ഉദാഹരണമാണ് ചലഞ്ചർ ഗർത്തം. നിമജ്ജന മേഖലകളിൽ രൂപം കൊണ്ട സമുദ്രാന്തർഗർത്തത്തിന് ഉദാഹരണമാണ് ചലഞ്ചർ ഗർത്തം. ആഫ്രിക്കൻ ഫലകത്തിനും തെക്കേ അമേരിക്കൻ ഫലകത്തിനും ഇടയിലുള്ള ഫലകസീമ വിയോജക സീമയാണ്. ആഫ്രിക്കൻ ഫലകത്തിനും തെക്കേ അമേരിക്കൻ ഫലകത്തിനും ഇടയിലുള്ള ഫലകസീമയാണ് വിയോജക സീമ എന്നറിയപ്പെടുന്നത്. വിയോജക സീമകളുടെ ഉപരിതലത്തിലെത്തുന്ന മാഗ്മ ഫലക അതിരുകളിൽ തണുത്തുറയുന്നതിന്റെ ഫലമായി പുതിയ കടൽത്തറകൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രതിഭാസമാണ് സമുദ്രതട വ്യാപനം. വിയോജക സീമകളിലൂടെ ഉപരിതലത്തിലെത്തുന്ന മാഗ്മ ഫലക അതിരുകളിൽ തണുത്തുറയുന്നതിന്റെ ഫലമായി പുതിയ കടൽത്തറകൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രതിഭാസമാണ് സമുദ്രതട വ്യാപനം. ലോകത്തിലെ വൻകരകൾ ഏകദേശം എത്ര ദശലക്ഷം വർഷത്തിനുമേൽ പ്രായമുള്ളവയാണ്? 2000. ലോകത്തിലെ വൻകരകൾ ഏകദേശം എത്ര ദശലക്ഷം വർഷത്തിനുമേൽ പ്രായമുള്ളവയാണ്? 2000.
നിമജ്ജന മേഖലയിൽ രൂപം കൊണ്ട ചലഞ്ചർ ഗർത്തം ഏത് സമുദ്രത്തിലാണ് കാണാൻ സാധിക്കുന്നത്? പസഫിക്. നിമജ്ജന മേഖലയിൽ രൂപം കൊണ്ട ചലഞ്ചർ ഗർത്തം ഏത് സമുദ്രത്തിലാണ് കാണാൻ സാധിക്കുന്നത്? പസഫിക്. ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ തെക്ക് വടക്ക് ദിശയിൽ രൂപം കൊണ്ട മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ തെക്ക് വടക്ക് ദിശയിൽ രൂപം കൊണ്ട മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രം. രണ്ട് ഫലകങ്ങളുടെ, ആഫ്രിക്കൻ ഫലകവും തെക്കേ അമേരിക്കൻ ഫലകവും വിയോജനത്തിന്റെ ഫലമായി രൂപം കൊണ്ട പർവ്വതനിര മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയാണ്. രണ്ട് ഫലകങ്ങളുടെ, അതായത് ആഫ്രിക്കൻ ഫലകവും തെക്കേ അമേരിക്കൻ ഫലകവും വിയോജനത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. ഫലകങ്ങൾ പരസ്പരം അകലുന്നതിന്റെ ഫലമായി മാഗ്മ പുറത്തുവന്ന് തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് സമുദ്രാന്തർ പർവ്വതങ്ങൾ. ഫലകങ്ങൾ പരസ്പരം അകലുന്നതിന്റെ ഫലമായി മാഗ്മ പുറത്തേക്ക് വന്ന് തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് സമുദ്രാന്തർ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഭ്രംശമേഖലകൾ രൂപം കൊള്ളുന്ന സീമയാണ് ഛേദക സീമ. ഭ്രംശമേഖലകളിൽ രൂപം കൊള്ളുന്ന സീമ ഛേദക സീമ. സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല സ്ഥിതി ചെയ്യുന്ന വൻകര വടക്കേ അമേരിക്കയാണ്. സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല സ്ഥിതി ചെയ്യുന്ന വൻകര വടക്കേ അമേരിക്ക. സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല ഏത് തരം സീമകൾക്ക് ഉദാഹരണമാണ്? ഛേദക സീമ. സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല ഏതു തരം സീമകൾക്ക് ഉദാഹരണമാണ്? ഛേദക സീമ. ഫലകാതിരുകൾ ദുർബലമായതിനാൽ ഛേദക സീമയിൽ കാണപ്പെടുന്ന പ്രതിഭാസങ്ങളാണ് ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ തുടങ്ങിയവ. ഫലകാതിരുകൾ ദുർബലമായതിനാൽ ഛേദക സീമയിൽ കാണപ്പെടുന്ന പ്രതിഭാസങ്ങളാണ് ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ തുടങ്ങിയവ. ഫലകചലനങ്ങളാൽ ഭൗമോപരിതലത്തിൽ രൂപം കൊള്ളുന്നവയാണ് മടക്കുപർവ്വതങ്ങൾ, പീഠഭൂമികൾ, അഗ്നിപർവ്വതങ്ങൾ എന്നിവ. ഫലകചലനങ്ങളാൽ ഭൗമോപരിതലത്തിൽ രൂപം കൊള്ളുന്നവയാണ് മടക്കുപർവ്വതങ്ങൾ, പീഠഭൂമികൾ, അഗ്നിപർവ്വതങ്ങൾ തുടങ്ങിയവ. ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില ഭാഗങ്ങൾ ഉയർത്തപ്പെടുന്ന പ്രക്രിയയാണ് ഉത്ഥാനം. ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിൽ ചില ഭാഗങ്ങൾ ഉയർത്തപ്പെടുന്ന പ്രക്രിയയാണ് ഉത്ഥാനം എന്ന് നമ്മൾ പറയാം. ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില ഭാഗങ്ങൾ താഴ്ത്തപ്പെടുന്ന പ്രക്രിയയാണ് അവതലന പ്രക്രിയ. ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില ഭാഗങ്ങൾ താഴ്ത്തപ്പെടുന്ന പ്രക്രിയയാണ് അവതലന പ്രക്രിയ. ഭൗമചലനങ്ങൾക്ക് ഉദാഹരണമാണ് ആന്തരിക ചലനങ്ങളും ബാഹ്യചലനങ്ങളും. ഭൗമചലനങ്ങൾക്ക് ഉദാഹരണമാണ് ആന്തരിക ചലനങ്ങളും ബാഹ്യചലനങ്ങളും. ആന്തരിക ചലനങ്ങൾക്ക് ഉദാഹരണം ദ്രുതചലനം, സാവധാനത്തിലുള്ള ചലനം എന്നിവയാണ്. ആന്തരിക ചലനങ്ങൾക്ക് ഉദാഹരണം ദ്രുതചലനം, സാവധാനത്തിലുള്ള ചലനം എന്നിവയാണ്. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം എന്നീ ചലനങ്ങൾ ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ദ്രുതചലനം. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം എന്നീ ചലനങ്ങൾ ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ദ്രുതചലനം. ഫലകചലനങ്ങൾ ഏതു തരം ഭൗമചലനങ്ങൾക്ക് ഉദാഹരണമാണ്? സാവധാനത്തിലുള്ള ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. ഫലകചലനങ്ങൾ ഏതു തരം ഭൗമചലനങ്ങൾക്ക് ഉദാഹരണമാണ്? സാവധാനത്തിലുള്ള ചലനത്തിന് ഉദാഹരണമാണ്. ഭൂകമ്പങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ഫലകാതിരുകളിലാണ്. ഭൂകമ്പങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ഫലകാതിരുകളിൽ. ഭൂകമ്പം രൂപപ്പെടുന്ന പ്രക്രിയ ഏതാണ് എന്നുള്ളതാണ്. അതൊന്ന് വായിച്ചു പോവാം. ഭൂമിയുടെ ആഴങ്ങളിൽ ഫലകചലന ഫലമായും മറ്റും ശിലകൾക്ക് സ്ഥാനമാറ്റവും ഭ്രംശനവും സംഭവിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഭൂമിയുടെ ശിലാമണ്ഡലത്തിൽ പെട്ടെന്ന് ശക്തമായ സമ്മർദ്ദം അനുഭവപ്പെടുകയും ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു.
ഈ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രകമ്പനങ്ങളാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. പ്രശസ്തനായ യാത്രികൻ ഷെറിംഗ് ഡോർജി തന്റെ അനുഭവക്കുറിപ്പുകളിൽ പരാമർശിക്കുന്ന നേപ്പാൾ ഭൂകമ്പം നടന്ന വർഷം 2015 ഏപ്രിൽ 25-നാണ്. പ്രശസ്തനായ യാത്രികൻ ഷെറിംഗ് ഡോർജി തന്റെ അനുഭവക്കുറിപ്പിൽ പരാമർശിക്കുന്ന നേപ്പാൾ ഭൂകമ്പം നടന്ന വർഷം 2015 ഏപ്രിൽ 25. ഭൂകമ്പം രൂപപ്പെടാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫലകചലനം, ഭ്രംശനം എന്നിവയുടെ ഫലമായി ശിലാമണ്ഡലത്തിൽ പെട്ടെന്നുണ്ടാകുന്ന സമ്മർദ്ദം കാരണമാവാം, ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നതാവാം, ജലസംഭരണികളിലെ സമ്മർദ്ദവും അഗ്നിപർവ്വതങ്ങളിലുണ്ടാകുന്ന സന്ദർഭങ്ങളും ഭൂകമ്പം രൂപപ്പെടാനുള്ള കാരണമാവാം. ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് പ്രഭവ കേന്ദ്രം എന്നാണ്. ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് പ്രഭവ കേന്ദ്രം എന്നാണ്. പ്രഭവ കേന്ദ്രത്തിന് നേർമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൗമതലത്തിലെ കേന്ദ്രമാണ് എപ്പിസെന്റർ. പ്രഭവ കേന്ദ്രത്തിന് നേർമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രമാണ് എപ്പിസെന്റർ. ഭൂകമ്പവേളയിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, പ്രതല തരംഗങ്ങൾ എന്നിവ. ഭൂകമ്പവേളയിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, പ്രതല തരംഗങ്ങൾ എന്നിവ. ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ഭൂകമ്പ തരംഗം പ്രതല തരംഗമാണ്. ഏറ്റവും വിനാശകാരിയായ ഭൂകമ്പ തരംഗം പ്രതല തരംഗം. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം സീസ്മോഗ്രാഫാണ്. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിന്റെ തീവ്രത അളന്നു തിട്ടപ്പെടുത്തുന്ന തോത് റിക്ടർ സ്കെയിലാണ്. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിന്റെ തീവ്രത അളന്നു തിട്ടപ്പെടുത്തുന്ന തോത് റിക്ടർ സ്കെയിൽ. ഇതുവരെ കണക്കാക്കിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭൂകമ്പ തീവ്രത അനുഭവപ്പെട്ട സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. ചില്ലിയിലാണ്. ചില്ലി എന്ന രാജ്യത്താണ് അനുഭവപ്പെട്ട സ്ഥലം. ഇതുവരെ കണക്കാക്കിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭൂകമ്പ തീവ്രത അനുഭവപ്പെട്ട സ്ഥലം ചിലി. ചിലിയിലുണ്ടായ ഭൂകമ്പത്തിന്റെ തീവ്രത 9.5 ആണ്. ചിലിയിലുണ്ടായ ഭൂകമ്പത്തിന്റെ തീവ്രത 9.5. കടലിനടിയിലുണ്ടാകുന്ന വൻ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉൽക്കകളുടെ പതനം എന്നിവ മൂലമുണ്ടാകുന്ന ആഘാത തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന അനേകം മീറ്ററുകളോളം ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാലകളാണ് സുനാമി. കടലിനടിയിലുണ്ടാകുന്ന വൻ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉൽക്കകളുടെ പതനം എന്നിവ മൂലമുണ്ടാകുന്ന ആഘാത തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന അനേകം മീറ്ററുകളോളം ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാലകളാണ് സുനാമി എന്നുള്ളത് ഓർത്തിരിക്കുക. കേരള തീരത്ത് സുനാമി ഉണ്ടായ വർഷം 2004 ഡിസംബർ 26 ആണ്. കേരള തീരത്ത് സുനാമി ഉണ്ടായ വർഷം 2004 ഡിസംബർ 26. ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും നാശം വിതച്ച സുനാമി ഉണ്ടായ സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും നാശം വിതച്ച സുനാമി ഉണ്ടായ വർഷം സുനാമി ഉണ്ടായ സമുദ്രം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലും നാശം വിതച്ച സുനാമിക്ക് കാരണമായ ഭൂചലനമുണ്ടായ സ്ഥലം സുമാത്രയാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലും നാശം വിതച്ച സുനാമിക്ക് കാരണമായിട്ടുള്ള ഭൂചലനമുണ്ടായ സ്ഥലം സുമാത്ര, അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. NOAA പൂർണ്ണരൂപം നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. NOAA പൂർണ്ണരൂപം നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. NOAA സ്ഥാപിച്ചിട്ടുള്ള സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് DART.
NOAA സ്ഥാപിച്ചിട്ടുള്ള സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാർട്ട്. ഡാർട്ടിന്റെ പൂർണ്ണരൂപം ഡീപ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നാണ്. ഡാർട്ടിന്റെ പൂർണ്ണരൂപം ഡീപ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നാണ്. ഫുക്കറ്റ് ബീച്ച് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ തായ്ലാന്റിലാണ്. ഫുക്കറ്റ് ബീച്ച് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തായ്ലാന്റ്. ഫലകചലനങ്ങളുടെ ഫലമായി ഫലകാതിരുകളിലെ വിള്ളലുകളിലൂടെ ഉരുകിയ ശിലാദ്രവം പുറത്തേക്ക് വന്ന് രൂപം കൊള്ളുന്ന ഭൂരൂപം അഗ്നിപർവ്വതങ്ങൾ. ഫലകചലനങ്ങളുടെ ഫലമായി ഫലകാതിരുകളിലെ വിള്ളലുകളിലൂടെ ഉരുകിയ ശിലാദ്രവം പുറത്തേക്ക് വന്ന് രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ശാന്തസമുദ്രത്തിലെ തീവലയമെന്ന് വിശേഷിപ്പിക്കുന്ന 452 അധികം അഗ്നിപർവ്വതങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ 80% അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്ന സമുദ്രം പസഫിക് സമുദ്രമാണ്. ശാന്തസമുദ്രത്തിലെ തീവലയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 452 അഗ്നിപർവ്വതങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ 80% അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. അഗ്നിപർവ്വതങ്ങൾ മനുഷ്യന് ഉപകാരപ്പെടുന്ന സന്ദർഭങ്ങളൊന്ന് വായിച്ചു പോവാം. ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ഫലപുഷ്ടിയുമായിട്ടുള്ളതാണ്. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ചാരം നമുക്ക് വളമായി ഉപയോഗിക്കാം. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ പലയിടത്തും ഗീസറുകൾ രൂപപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറുന്നു. യെല്ലോസ്റ്റോൺ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ സ്ഥിതി ചെയ്യുന്ന വൻകര വടക്കേ അമേരിക്കയാണ്. യെല്ലോസ്റ്റോൺ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ സ്ഥിതി ചെയ്യുന്ന വൻകര വടക്കേ അമേരിക്ക. ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണിന് ഉദാഹരണമാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ കറുത്ത മണ്ണ്. ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണിന് ഉദാഹരണമാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ കറുത്ത മണ്ണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. 73ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട്, വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.